കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്ന നിധി നേരെ ഗോപി സാറിന്റെ അടുത്തേക്ക് ചെന്ന് യാതൊരുവിധ മുഖവിരവുമില്ലാതെ ചോദിച്ചു, ഞാൻ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കാര്യം സാറിനോട് ആരാ പറഞ്ഞത് എന്ന്. ആ സമയത്തിന് അങ്ങോട്ടേക്ക് സിഐ കടന്നു വരികയാണ്. നിധിയെ കണ്ടപ്പോൾ അയാൾ പെട്ടെന്ന് മനസ്സിലായില്ല അയാൾക്ക്. അതാരാണെന്ന് അയാൾ ചോദിച്ചപ്പോൾ ഗോപി ഒട്ടും മടിക്കാതെ തന്നെ പറഞ്ഞു, സാറേ, ഇത് നമ്മളന്ന് കല്യാണം നടത്തിക്കൊടുത്ത ആ കേസാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തക്കലയിൽ ഒരു ബിസിനസ്സുകാരൻ്റെ മകൾ കാർ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി വന്നപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ വെച്ച് അവരുടെ കല്യാണം നടത്തിയില്ലേ. ഇത് കേട്ടപ്പോൾ സിഐക്ക് കാര്യം പിടികിട്ടി. ഓ, അന്ന് കമ്മീഷണർ ഓഫീസിൽ നിന്ന് വിളി വന്ന ആ കേസ്. ആ കുട്ടിയാണല്ലേ ഇത്. കുറച്ച് നാളായില്ലേ മുഖം അങ്ങ് മറന്നുപോയി. കുട്ടിക്ക് സുഖമാണോ? കുട്ടിയുടെ ഭർത്താവൊക്കെ എന്തു പറയുന്നുവെന്ന് അയാൾ ചോദിച്ചു. നിധി ശാന്തമായി പറഞ്ഞു, ഞാൻ സുഖമായിട്ടിരിക്കുന്നു സർ, സുധീഷിനും കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് ഗോപി സാർ ആ ഒരു കാര്യം പറഞ്ഞത്. സർ, ആ പയ്യൻ്റെ കയ്യിൽ നിന്നും ഈ കുട്ടിക്ക് ഡിവോഴ്സ് വേണമത്രേ. ഇത് കേട്ടപ്പോൾ പോലീസ് ഓഫീസർ അതിശയത്തോട് ചോദിച്ചു, ഡിവോഴ്സോ? അതിനെന്താ പ്രശ്നം? അതെന്താ ഇത്ര ഡിവോഴ്സിനൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് തിരക്കം കൂട്ടുന്നത്? കുട്ടിയുടെ ഭർത്താവ് അടിക്കാറുണ്ടോ? അതോ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല സാറേ എന്ന് പറഞ്ഞ് നിധി വീണ്ടും സിയയോട് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല സാറേ എന്ന് പറയുന്ന സമയത്തിന് നിധിയോട് വീണ്ടും സിയെ ചോദിച്ചു, പിന്നെ എന്തിനാ ഡിവോഴ്സൊക്കെ ഇങ്ങനെ കല്യാണം കഴിച്ച ഉടനെ തന്നെ ഡിവോഴ്സ് ചോദിച്ചാൽ എന്താ അർത്ഥം? കുടുംബജീവിതമൊക്കെ ആകുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകണം. അപ്പോൾ നിധി തീർത്തും പറഞ്ഞു, ഇല്ല സാറേ, ഞങ്ങൾ തമ്മിൽ സെറ്റാവില്ല, ഞങ്ങൾ തമ്മിൽ ശരിയാവുന്നില്ല. ഇത് കേട്ട് ഗോപി സാർ വീണ്ടും ഇടയ്ക്ക് കയറി പറഞ്ഞു, സർ, ആ പയ്യന് കാര്യങ്ങളൊക്കെ സെറ്റാവുന്നുണ്ട്, ഈ പെണ്ണിന് സെറ്റാവാത്തതാണ്. സുധീഷ് ഈ കുട്ടിയോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ ഒരുപാടധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കേട്ട സിഐ അല്പം നീരസത്തോടെ പറഞ്ഞു, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. ഇപ്പം എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഞങ്ങൾക്ക് കല്യാണം നടത്താനേ പറ്റൂ. ഡിവോഴ്സ് വേണമെങ്കിൽ കോർട്ടിലേക്ക് നിങ്ങൾ തന്നെ പോകണം. അപ്പോൾ നിധി തൻ്റെ വരവിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കി. അതല്ല സാറേ, ഞാൻ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത ഉടനെ തന്നെ ഗോപി സാർ തന്നെ ഫോൺ ചെയ്ത് വിളിച്ചിരുന്നു. എന്തിനാ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തത്? ഒരുമിച്ച് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിച്ചു. ഗോപി സാർ എങ്ങനെയാ ഇതൊക്കെ കൃത്യസമയത്ത് അറിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെക്കുറിച്ച് ചോദിക്കാനാ ഞാനിപ്പോൾ സ്റ്റേഷനിലേക്ക് വന്നത്. ഞങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കാര്യം ഞങ്ങളുടെ വക്കീൽ ഗോപി സാർ പറഞ്ഞതാ. ഞങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കാര്യമെല്ലാം തന്നെ ഞങ്ങളുടെ വക്കീൽ ഗോപി സാറിനോട് പറഞ്ഞതാണോ? അങ്ങനെ എന്തെങ്കിലും ഫോർമാലിറ്റി ഉണ്ടോ? അത് കേട്ടപ്പോൾ സിഐക്ക് ദേഷ്യം വന്നു. അയാൾ ഗോപിയോട് ചോദിച്ചു, വക്കീലിന് വേറെ ജോലിയൊന്നുമില്ലേ? അവൻ എന്തിനാ ഇതൊക്കെ ഞങ്ങളോട് വിളിച്ച് പറയുന്നത്? അന്നേരം നിധി ചോദിച്ചു, അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടത്തിയ ഡിവോഴ്സ് വാങ്ങാൻ പാടില്ല എന്നുണ്ടോ? സിഐ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല കുട്ടി. ദേ നോക്ക്, ഒരുമിച്ച് ജീവിക്കുന്നതും പിരിയുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്നാ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കല്യാണം നടത്താൻ ഞങ്ങൾ ഒരുപാടധികം കഷ്ടപ്പെട്ടു. നിധി വിട്ടുകൊടുത്തില്ല. അതല്ല സാറേ, എന്നെ സാറ് വിളിച്ചപ്പോൾ സാർ എങ്ങനെയാ ഈ കാര്യം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. സിഐ അല്പം കർക്കശമായി തന്നെ ഗോപി സാറോട് ചോദിച്ചു. അതിനാണ് ഈ കുട്ടി ഇത്രയും ദൂരം വന്നത്. ഗോപി സാറിന് വേറെ പണിയൊന്നുമില്ലേ? എന്തിനാ ഇവരെയൊക്കെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവർ ജീവിക്കുകയോ ഡിവോഴ്സ് ചെയ്യുകയോ അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ? എന്തിനു ഫോൺ വിളിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നത്? ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നറിയില്ലേ? അന്നേരം ഗോപി സങ്കടത്തോടെ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ് സർ? ഈ കുട്ടിയുടെ ഭർത്താവ് ഭയങ്കര വിഷമത്തോടു കൂടിയാണ് എന്നോട് സംസാരിച്ചത്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര കഷ്ടം തോന്നി. അത് കേട്ടപ്പോൾ നിധി അങ്ങ് ഞെട്ടി. സുധീഷ് ഇവിടെ വന്നിരുന്നോ? ഗോപി സാർ പറഞ്ഞു. അതെ, അവൻ വന്നിരുന്നു. കുട്ടി ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കാര്യവും പറഞ്ഞു. അവൻ ഡിവോഴ്സിന് ഒട്ടും തന്നെ സമ്മതമല്ല എന്നും പറഞ്ഞു. ഇങ്ങനെ കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ ഡിവോഴ്സ് ചോദിക്കുന്നു എന്ന് വളരെ വിഷമത്തോടു കൂടിയാണ് അവൻ എന്നോട് പറഞ്ഞത്. ഇതൊക്കെ സുധീഷിൻ്റെ പണിയാണോ എന്ന് നിധി ചോദിച്ചപ്പോൾ ഗോപി സാർ ന്യായീകരിച്ചു. അവൻ പറയാതെ ഞാൻ എങ്ങനെ അറിയാനാണ് സർ? ആ പയ്യനൊരു പാവമാണ്. അവൻ ഈ കുട്ടിയോട് സംസാരിച്ച് ഡിവോഴ്സ് വേണ്ട എന്ന് പറഞ്ഞതാ. പക്ഷേ ഈ കുട്ടി കേൾക്കുന്നില്ല. ഈ കുട്ടി ഡിവോഴ്സ് ചോദിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ വളരെ സങ്കടത്തോടെയാണ് എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞത്. എന്നിട്ട് എൻ്റെ ഭാര്യയോടൊന്ന് സംസാരിച്ചു നോക്കാമോ എന്ന് ചോദിച്ചു. അവൻ്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പാവം തോന്നി. അതാ ഞാൻ ഈ കുട്ടിയോടൊന്ന് സംസാരിച്ചത്. ഇത് കേട്ട ഉടനെ തന്നെ സിഐ വീണ്ടും ഒന്ന് താക്കീത് ചെയ്തു. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അവൻ പറഞ്ഞ ഉടനെ തന്നെ അവൻ വിളിച്ചിരിക്കുന്നു. ദേ നോക്ക്, ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ ഉപദേശിച്ചിട്ടൊന്നും അവർക്കൊന്നും ഉപദേശമൊന്നും തന്നെ ഒട്ടും ഇഷ്ടമല്ല. അവരുടെ ജീവിതം അവർ തന്നെ നോക്കിക്കോളും. ഇനി അവരുടെ പ്രശ്നത്തിൽ ഗോപി സാറൊന്നും ഇടപെടരുത്. തുടർന്ന് സിഐ നിധിയോട് ചോദിച്ചു, കുട്ടിക്ക് വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല എന്ന് നിധി പറഞ്ഞപ്പോൾ ഓഫീസർ ചോദിച്ചു, ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്ര ദൂരം വന്നത്? നിധി പറയുന്നുണ്ട്, അതെ സാറേ, ഇതറിയാൻ വേണ്ടി തന്നെ ഞാൻ വന്നത്. അപ്പോൾ ഓഫീസർ ഉപദേശിച്ചു, ശരി, എന്ത് തീരുമാനമെടുത്താലും ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ഇത് കുട്ടിയുടെ ജീവിതത്തിൻ്റെ കാര്യമാണ്, മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെ ഓഫീസർ അവിടെ നിന്നും പോയി.
ഓഫീസർ പോയ ശേഷം ഗോപി സാർ നിധിയോട് പറഞ്ഞു, മോളെ സുധീഷിനോട് ദേഷ്യപ്പെടരുത്, പാവം അവൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. മോളെ വിട്ടുപിരിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ മോളെ വിളിച്ചത്. ഇതൊന്നും എൻ്റെ ഡ്യൂട്ടിയൊന്നുമല്ല. ഞാൻ അവന് വേണ്ടി ചെയ്ത വെറുമൊരു ഉപകാരം മാത്രമാണ്. അവന് ഞാൻ എൻ്റെ സ്വന്തം അനിയനായിട്ടാണ് കാണുന്നത്. ഡിവോഴ്സ് ഒന്നും വേണ്ട, ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്ക്. നിധിക്കാണെങ്കിൽ അത് കേട്ടിട്ട് വിശ്വസിക്കാനായില്ല. അവൾ ചോദിച്ചു, സർ, സുധീഷ് ശരിക്കും സാറിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നോ എന്ന്. ഗോപി ചോദിച്ചു, എന്താ മോളെ ഇങ്ങനെ സംശയത്തോടു കൂടി വീണ്ടും ചോദിക്കുന്നത്? അവൻ എൻ്റെ അടുത്ത് വന്ന് വളരെ വിഷമത്തോടു കൂടി സംസാരിച്ചു. എനിക്ക് പാവം തോന്നി, അതുകൊണ്ടാണ് ഞാൻ മോളെ വിളിച്ചത്. ആ സമയം അവനും എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇത് കേട്ട് നിധി ഭയങ്കര ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ഗോപി സാർ വീണ്ടും പറഞ്ഞു, അവൻ എങ്ങനെയെങ്കിലും കുട്ടിയുടെ ഒപ്പം ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള പയ്യന്മാരെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം മോളെ. സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് നോക്ക്. ശരി സാറേ എന്ന് പറഞ്ഞ് നിധി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോവാനായി തിരിഞ്ഞപ്പോൾ ഗോപി സാർ ചോദിച്ചു, കുട്ടി എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന്? ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം കാറിലാണ് വന്നത്. നിധി മറുപടി നൽകി. ഇനി എങ്ങനെ പോകുമെന്ന് ഗോപി സാർ ചോദിച്ചപ്പോൾ ഞാൻ പോയിക്കോളാം സാർ എന്ന് പറഞ്ഞ് നിധി നടക്കാൻ തുടങ്ങി. അപ്പോൾ ഗോപി സാർ വിളിച്ചു പറഞ്ഞു, നിധി, കുട്ടി ഡിവോഴ്സ് വേണ്ട എന്നൊരു തീരുമാനമെടുത്ത് ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനായിരിക്കും. സുധീഷ് നല്ലവനാ. ശരി സാറേ എന്ന് പറഞ്ഞ് നടന്നു പോയ നിധി പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിന്നു. എന്നിട്ട് ചോദിച്ചു, സാറ് തെറ്റിദ്ധരിക്കരുത്, ഒരു ID പ്രൂഫും ഇല്ലാതെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അതെങ്ങനെയാണെന്ന് ഗോപി സാർ ചോദിച്ചപ്പോൾ നിധി ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് സാർ അന്ന് ഞങ്ങളുടെ കല്യാണം നടത്തിയത്? ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ആധാർ കാർഡും പാൻ കാർഡും ഒന്നും തന്നെ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെയാ ഞങ്ങളുടെ കല്യാണം നടന്നത്? അന്നേരം ഗോപി സാർ പറഞ്ഞു, മോളുടെ ആധാർ കാർഡ് മോളുടെ ഭർത്താവ് തന്നെയാണ് തന്നത്. ഇത് കേട്ട് വിശ്വസിക്കാനാവാതെ ഇങ്ങനെ നിൽക്കുമായിരിക്കും നിധി. സുധീഷ് തന്നതാണെന്നോ? അവൾ ചോദിച്ചു. ഗോപി സാർ പറയുന്നുണ്ട്, അതെ, പ്രൂഫ് ഇല്ലാതെ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. സുധീഷ് അവൻ്റെ ഫോണിൽ കുട്ടിയുടെ ആധാർ കാർഡ് കാണിച്ചു തന്നു. അത് വെച്ചാണ് കല്യാണം രജിസ്റ്റർ ചെയ്തത്. ഇത് കേട്ട നിധി പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. ആധാർ കാർഡില്ലാതെ ഹോസ്പിറ്റൽ അന്വേഷണം നടന്നതും സുധീഷിനോട് ചോദിച്ചപ്പോൾ ആധാർ കാർഡിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് അവൾ പറഞ്ഞതും അവൾ ഓർത്തു. ഗോപി സാർ വീണ്ടും മോളുടെ ആധാർ കാർഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവനാ എൻ്റെ ഫോണിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോണിൽ കാണിച്ചു തന്നത്. എന്തിനാ ഇപ്പം മോൾ ഇതൊക്കെ ചോദിക്കുന്നത്? നിധി ഒളിച്ചു വെച്ചു. ഒന്നുമില്ല സാറേ, അറിയാൻ വേണ്ടി ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. താങ്ക്സ്. ശരി മോളെ എന്ന് പറഞ്ഞ് ഗോപി സാർ വല്ലാത്ത മാനസികാവസ്ഥയിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്തിന് നിധി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. റോഡ് സൈഡിലൂടെ നടന്നു വരുമ്പോൾ നിധി എല്ലാം ഓർക്കുന്നുണ്ടായിരുന്നു. സുധീഷ് തൻ്റെ കഴുത്തിൽ താലി കെട്ടി അന്ന് ഒരു ഫാക്ട് മാരേജ് ആണെന്ന് അവൻ പറഞ്ഞതും വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം അവളുടെ മനസ്സിലൂടെ എല്ലാം കടന്നുപോയി. നിധി മനസ്സിൽ ദേഷ്യത്തോടെ വിചാരിച്ചു, ആധാർ കാർഡ് സ്വന്തം കയ്യിൽ വെച്ചിട്ടാ അവൻ എന്നോട് ഈ ചതി ചെയ്തത്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. അങ്ങനെ ദേഷ്യത്തോടു കൂടി നിധി മുന്നോട്ട് നടന്നു വരുമ്പോൾ പെട്ടെന്ന് സിദ്ധാർത്ഥ നിധിയുടെ മുന്നിലേക്ക് വന്ന് വണ്ടി കൊണ്ടുവന്ന് നിർത്തി. നിധി ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ സിദ്ധാർത്ഥ പറഞ്ഞു, നിധി റിലാക്സ്, ഞാനാണ്. എന്താ നിധി ഇങ്ങനെ നടന്നു വരുന്നത്? നിധി പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഞാൻ വരുന്നത് ഉറപ്പാക്കാൻ നിധിയുടെ ഫോണിലേക്ക് ഒരു കോൾ ചെയ്തിരുന്നു, പക്ഷേ നിധി എടുത്തില്ല. നിധി പെട്ടെന്ന് പറഞ്ഞു, അങ്ങനെയാണോ? സോറി സർ, ഞാൻ കോള് കണ്ടില്ലായിരുന്നു. സിദ്ധാർത്ഥ സ്നേഹത്തോടെ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, തിരിച്ചു പോവാനല്ലേ, വാ കയറ്. നിധി മടിച്ചു. അതൊന്നും സാരമില്ല, ബസ് സ്റ്റാൻഡ് ഇവിടെ അടുത്താ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. സിദ്ധാർത്ഥ വിട്ടില്ല. എന്തിനാ ബസ്സിലൊക്കെ പോകുന്നത്? ഞാൻ വന്നില്ലേ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇത് കേട്ട് നിധി നേരെ കാറിലേക്ക് കയറുമ്പോൾ സിദ്ധാർത്ഥ വീണ്ടും പറഞ്ഞു, ഞാൻ 2 തവണ വിളിച്ചപ്പോഴും നിധി ഫോൺ എടുത്തില്ല. സോറി, ഫോൺ സൈലൻ്റ് ആയിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് നിധി പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നെങ്കിൽ നിധി ബസ്സിൽ കയറി പോകുമായിരുന്നില്ലേ? ശരി വാ, നമുക്ക് പോവാം. അങ്ങനെ അവർ കാറിൽ അവിടെ നിന്നും യാത്ര തിരിച്ചു. യാത്രാമധ്യേ നിധി ഓർക്കുന്നുണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാരേജ് സർട്ടിഫിക്കറ്റ് തന്നതും ഡിവോഴ്സിനായി വക്കീലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആധാർ കാർഡില്ലാതെ നിങ്ങൾ എങ്ങനെയാ കല്യാണം കഴിച്ചത് എന്നൊക്കെ അയാൾ ചോദിച്ചതും എല്ലാം നിധിയുടെ മുഖത്തെ ഭാവമാറ്റം കണ്ട് സിദ്ധാർത്ഥ ചോദിച്ചു, എന്താ നിധി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല എന്ന് നിധി പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ പറഞ്ഞു, ഭയങ്കര ടെൻഷനിലിരിക്കുന്നത് പോലെ തോന്നി, അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെയൊന്നുമില്ല എന്ന് നിധി ആവർത്തിച്ചപ്പോൾ സിദ്ധാർത്ഥ വീണ്ടും ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറ. ഒരു റിലേറ്റീവിനെ കാണാൻ പോയതല്ലേ, അതുകൊണ്ടാണോ? നിധി സമ്മതിച്ചു. മനസ്സിലായി, ഈ റിലേറ്റീവ് എല്ലാവരും ഭയങ്കര സ്ട്രെസ് തരുന്നവരാ. നിധി ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അന്നേരം നിധി പറയുന്നുണ്ട്, ഞാൻ ജോലി ചെയ്യുന്നത് എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലല്ലോ, അതിനെപ്പറ്റി പറയാൻ അവർ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലല്ലേ താമസിക്കുന്നത്, അതും അവർക്ക് ഇഷ്ടമില്ല. അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചത് കൊണ്ട് പെട്ടെന്ന് മൂഡ് ഔട്ടായി പോയതാണ്. ഇത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ ഒരു പോംവഴി പറഞ്ഞു, നിധി അവർക്കിഷ്ടമില്ലെങ്കിൽ നിധി ഹോസ്റ്റലിൽ നിന്നും മാറിക്കൂടെ? അപ്പോൾ നല്ല അപ്പാർട്ട്മെൻറ്റും റെൻറ്റിനൊക്കെ കിട്ടും. നിധി മറുപടി പറഞ്ഞു, ഇനി വേണം അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ. എന്നിട്ട് ഒന്നും അറിയാത്ത സ്ഥലത്താണ് എനിക്കിവിടെ ഒട്ടും അറിയാത്ത സ്ഥലമാണ് ഈ തിരുവനന്തപുരം, അതുകൊണ്ടാണ് ഞാൻ റിലേറ്റീവിൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചത്. സിദ്ധാർത്ഥ് പറഞ്ഞു, ഞാൻ കണ്ടായിരുന്നല്ലോ നിധിയെ.
നിധിയെ നന്നായിട്ട് എന്നെ കെയർ ചെയ്യുന്നവരാണ് ആ കസിൻസൊക്കെ. അന്നേരം നിധി വീണ്ടും സുധീഷിനൊപ്പം അക്ഷയയിൽ ഇങ്ങനെ ആധാർ കാർഡിന് പോയതും സുധീഷ് നിധിക്ക് ആധാർ കാർഡ് എടുത്തു കൊടുക്കുന്നതിനായിട്ട് ശ്രമിച്ചതുമെല്ലാം ഓർത്തു. തുടർന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു, നിധിക്കൊരു കാര്യം അറിയാമോ? നിധിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജോലി പെട്ടെന്ന് നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. നിധി, ഞാൻ പറഞ്ഞത് കേട്ടിരുന്നോ? നിധി ചിന്തയിൽ നിന്നും ഉണർന്നു. സോറി സർ, ഞാൻ കേട്ടില്ല. സിദ്ധാർത്ഥ് ആവർത്തിച്ചു. ഞാൻ ആക്ച്വലി നിധിക്ക് വേണ്ടിയിട്ടാണ് ജോലി പെട്ടെന്ന് തീർത്ത് വന്നത്. നിധി അത്ഭുതത്തോട് ചോദിച്ചു. ഓ അങ്ങനെയാണോ? സിദ്ധാർത്ഥിന് പതിയെ വന്നാൽ മതിയായിരുന്നല്ലോ. സിദ്ധാർത്ഥ് പറഞ്ഞു, ഞാൻ ലേറ്റായിട്ട് വന്ന നിധിക്ക് ബസ്സിൽ കയറി പോവാനാണോ? ഞാൻ അവർക്ക് ക്ലിയർ ആയിട്ട് തന്നെ ജോലി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും നിധി അതൊന്നും തന്നെ അത്ര ശ്രദ്ധിക്കാതെ സുധീഷ് തന്നെ ചതിച്ച ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയിൽ തന്നെയായിരുന്നു. വീടിനടുത്തെത്തിയപ്പോൾ വണ്ടി അവിടെ നിർത്തിയാൽ മതിയെന്ന് നിധി പറഞ്ഞു. പക്ഷേ സിദ്ധാർത്ഥ് സമ്മതിച്ചില്ല. ഞാൻ വീട്ടിൽ കൊണ്ടുപോയാക്കാം. വേണ്ട എന്ന് നിധി പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, ഞാൻ വീട്ടിൽ കൊണ്ടുവിടുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് നിധി പറഞ്ഞപ്പോൾ പിന്നെന്താ, ഞാൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്താൽ? ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് നിധിയെയും കൂട്ടിയിട്ട് നേരെ കിളിക്കൂട്ടിലേക്ക് പോയി. ഇതേ സമയം കിളിക്കൂട്ടിൽ സുധീഷും സുഭാഷും നികേഷും ഹരീഷും എല്ലാം തന്നെ വീട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു. സുധീഷ് ധൃതി കൂട്ടി, പെട്ടെന്നാവട്ടെടാ, നിധി വരാൻ സമയമാവുന്നു. എടാ, കേക്ക് കൃത്യസമയത്തിന് വരില്ലേ? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, കേക്കൊക്കെ കൃത്യസമയത്ത് വരും സുധീഷേട്ടാ. നികേഷ് ബുദ്ധിമുട്ടോടുകൂടെ പറഞ്ഞു, സുധീഷേട്ടാ, ഈ ബലൂണ് കാറ്റിലടിക്കുന്ന മെഷീനൊക്കെ ഇല്ലേ, അതുപോലെ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു തന്നുണ്ടായിരുന്നോ? ഊതി ഊതി എൻ്റെ ചുണ്ട് വേദനിക്കാരായി. അന്നേരം സുധീഷ് അവനെ പ്രോത്സാഹിപ്പിച്ചു. ഏട്ടത്തി വിളിക്കാമല്ലോ. ആ ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് ഇതെങ്കിലും നിനക്ക് ചെയ്തൂടെ? ഒരു 20 ബലൂണെങ്കിലും ഊതറ. നികേഷ് ഞെട്ടി. എന്ത് 20 ബലൂണോ? എനിക്കൊന്നും വയ്യ. സുധീഷ് വിട്ടില്ല. ഊതറ, നിന്റെ ഏട്ടത്തിക്ക് വേണ്ടിയിട്ടില്ലേ. ഇത് കേട്ട് ഗത്യന്തരമില്ലാതെ നികേഷ് ബലൂൺ ഊതാൻ തുടങ്ങി. സുഭാഷ് തിരക്കിലായിരുന്നു. സുഭാഷ് ചോദിക്കുന്നുണ്ട്, എവിടെടാ കത്തിയും ക്യാൻഡിലൊക്കെ? നീ എവിടെടാ വെച്ചിരിക്കുന്നത്? കിച്ചണിൽ വെച്ചിട്ടുണ്ട് എന്ന് സുധീഷ് പറഞ്ഞപ്പോൾ അവരാറ് കവറൊക്കെ അടിച്ചു നോക്കിയിട്ട് സുഭാഷ് ചോദിച്ചു, ഇതിന് ഭയങ്കര തണുപ്പുണ്ടല്ലോടാ. അപ്പോൾ സുധീഷ് വിശദീകരിച്ചു, അതിനകത്ത് ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് വർക്കാവുന്നില്ലല്ലോ, അതുകൊണ്ട് ഐസ് പാക്ക് ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. സുഭാഷ് ചോദിച്ചു, നിധി എവിടെ എത്തിയിരിക്കുന്നത് എന്നൊന്ന് വിളിച്ചു ചോദിക്കാമോ? നികേഷ് പറയുന്നുണ്ട്, ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വന്നുകൊണ്ടിരിക്കാന്നാ പറഞ്ഞത്. ഈ ബഹളത്തിനിടയിലേക്കാണ് അകത്തേക്ക് കയറി വന്ന ഭാസ്കരൻ ഒരു ബലൂണങ്ങ് ചവിട്ടിയത്. ബലൂൺ പൊട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ടതിനെ സുധീഷ് ദേഷ്യപ്പെട്ടു. നിങ്ങൾക്കൊന്ന് നോക്കി നടന്നൂടെ? ഭാസ്കരൻ വിട്ടുകൊടുത്തില്ല. വഴി നടക്കുന്നിടത്ത് ബലൂണൊക്കെ കൊണ്ടുവച്ചാൽ പിന്നെ ചവിട്ടാതിരിക്കൂടാ. ഒരു മനുഷ്യനെ സമാധാനത്തോട് ബാത്റൂമിലേക്ക് പോകാൻ പോലും നീ സമ്മതിക്കില്ലല്ലോ. കാല് വെച്ചാൽ ബലൂണ് പൊട്ടുവാണ്. സുഭാഷ് ഇടപെട്ടു. അച്ഛാ, ഒന്ന് നോക്കിപ്പോ. ഇയാൾ എൻ്റെ ടെൻഷൻ കൂട്ടുകയാണല്ലോ എന്ന് സുധീഷ് പരാതി പറഞ്ഞപ്പോൾ സുഭാഷ് ആശ്വസിപ്പിച്ചു. വിടടാ, അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. നികേഷ് വീണ്ടും പരാതിയുമായി വന്നു. എനിക്കിനി ബലൂൺ ഊതാനൊന്നും വയ്യ. മതി, കുറച്ചുകൂടി എല്ലയോട് ഊതടാ എന്ന് സുഭാഷ് അവനെ നിർബന്ധിച്ചു. തുടർന്ന് സുധീഷ് അഭിമാനത്തോട് ചോദിച്ചു, സുഭാഷേട്ടാ, എങ്ങനെയുണ്ട് എൻ്റെ ഏർപ്പാട്? ഇതൊക്കെ കണ്ട് നിധി ശരിക്കും ഞെട്ടി നിൽക്കും. ഇങ്ങനൊരു ബർത്ത്ഡേ അവൾ ഒരിക്കലും ആഘോഷിച്ചിട്ടില്ലായിരിക്കും. ഹരീഷ് കളിയാക്കി. കാണാനുള്ള കുറച്ച് പേപ്പറും കുറച്ച് ബലൂണും കൊണ്ടുവച്ച വലിയ കാര്യമല്ലോ. ഇതുപോലത്തെ ഒരു ബർത്ത്ഡേ ഏട്ടത്തി ആഘോഷിച്ചിട്ടുണ്ടാവില്ല. സുധീഷ് ഗൗരവത്തിൽ പറഞ്ഞു. അവളുടെ അച്ഛൻ ഇതിലും വലുതായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളുടെ ബർത്ത്ഡേയും ഓർമ്മയൊക്കെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ? അവൾക്ക് വേണ്ടി രാത്രി കേക്ക് കട്ട് ചെയ്തതല്ലേ? ഇപ്പോൾ വീണ്ടും ഈ ഒരു സർപ്രൈസ് ഒക്കെ കണ്ട് അവൾ ശരിക്കും ഷോക്കായി നിൽക്കും. എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഐ ലവ് യു എന്ന് പറയും. കൃത്യസമയത്തിന് കാറിൽ സിദ്ധാർത്ഥവും നിധിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, കാറിന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. ഏട്ടത്തി കാറിലാണോ വരുന്നത്? ഇത് കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന സുധീഷ് സിദ്ധാർത്ഥിന്റെ ഒപ്പം കാറിൽ നിന്നും ഇറങ്ങി വരുന്ന നിധിയെ കണ്ട് ആകെ ദേഷ്യത്തോടു കൂടി നിന്നു. നിധി യാതൊരുവിധ കൂസലുമില്ലാതെ സിദ്ധാർത്ഥിനെ അകത്തേക്ക് ക്ഷണിച്ചു. സന്തോഷത്തോടു കൂടി നിധിയുടെ ഒപ്പം സിദ്ധാർത്ഥ് അകത്തേക്ക് കയറി. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുന്നുണ്ടായിരുന്നു. നിധിയുടെ മനസ്സിലപ്പോൾ ഗോപി സാറിന്റെ വാക്കുകളായിരുന്നു. സുധീഷ് അവന്റെ ഫോണിൽ മോളുടെ ആധാർ കാർഡ് കാണിച്ചു. അത് വെച്ചാണ് ആ ഒരു കല്യാണം രജിസ്റ്റർ ചെയ്തത് എന്ന്. ബഹളം കേട്ട് സുധീഷും നികേഷും ഹരീഷും എല്ലാം അങ്ങോട്ടേക്ക് വന്നു. പിന്നാലെ വന്ന ഭാസ്കരൻ ചോദിച്ചു, അതാരാടാ? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, നമ്മുടെ നിധിയുടെ ഓഫീസിന്റെ ഓണറാണ്. ഭാസ്കരൻ ചോദിച്ചു, ബോസ് ആണോ? കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് കേട്ട് ഭാസ്കരനെ രൂക്ഷമായിട്ടൊന്ന് തിരിഞ്ഞു നോക്കി സുധീഷ്. സിദ്ധാർത്ഥ് വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരോടും സംസാരിക്കുമ്പോൾ നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. നിധിയെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു സുധീഷ്. ഇതാരാണ് എന്ന് ഭാസ്കരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചപ്പോൾ സുഭാഷ് പറഞ്ഞു, അന്ന് കണ്ടിരുന്നില്ലേ, അത് ഞങ്ങളുടെ അച്ഛനാണ്. സിദ്ധാർത്ഥ് ബഹുമാനത്തോടെ പറഞ്ഞു, സർ നമസ്കാരം.
ഭാസ്കരന് സന്തോഷത്തോടു കൂടി തന്നെ നമസ്കാരം തിരിച്ചും പറഞ്ഞു. നിധി ദേഷ്യത്തോടു കൂടി നോക്കുന്നത് കണ്ട് സുധീഷ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാണ്, ഇവളെന്താ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? എന്നോടൊരു അടുപ്പമൊക്കെ തോന്നിക്കാണും. അകത്തേക്ക് കയറി വന്ന സിദ്ധാർത്ഥ അവളെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി പുഞ്ചിരിച്ചുകൊണ്ട് ചുറ്റും നോക്കി. ഡെക്കറേഷൻസൊക്കെ കണ്ട് നികേഷ് ചോദിച്ചു, ഏട്ടത്തി സർപ്രൈസ് എങ്ങനെയുണ്ട്? സുധീഷിനെ പതിയെ നികേഷിനോട് പറഞ്ഞു. നികേഷേ, ഞാനാ ചെയ്തത് എന്ന് പറ. നികേഷ് ഉടനെ പറഞ്ഞു, എല്ലാ ഡെക്കറേഷനും ചെയ്തത് നമ്മുടെ സുധീഷ് ഏട്ടനാ. നിധി കടുത്ത ദേഷ്യത്തോടു കൂടി സുധീഷിനെ ഇങ്ങനെ നോക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ സുധീഷ് പറഞ്ഞു, അതെ ഞാനാ ചെയ്തത്. അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു, ഞാൻ കറക്റ്റ് ടൈമിലാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. സുധീഷ് മനസ്സിൽ ദേഷ്യത്തോടെ പറഞ്ഞു, നീ കാരണം ഒരു ഐ ലവ് യു മിസ്സായടാ. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത്? സുഭാഷ് നിധിയോട് ചോദിച്ചു. മോളെ നിധി, ഇതൊക്കെ ഓക്കെ അല്ലേ? അപ്പോഴേക്കും നികേഷ് ഓർമ്മിപ്പിച്ചു, അപ്പോൾ കേക്ക് കട്ട് ചെയ്താലോ? സിദ്ധാർത്ഥ് ആവേശത്തോടു കൂടി പറഞ്ഞു, കമോൺ നിധി, കേക്ക് കട്ട് ചെയ്യൂ. സുധീഷ് മനസ്സിലിങ്ങനെ പിറുപിറുത്തു, കേക്ക് വാങ്ങിയത് ഞാനല്ലേ, ഇവൻ എന്തിനാ കട്ട് ചെയ്യാനൊക്കെ പറയുന്നത്? അങ്ങനെ സുധീഷ് കത്തിയെടുത്ത് നിധിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഭാസ്കരനും അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടുമ്പോൾ നിധി കേക്ക് കട്ട് ചെയ്തു. സുഭാഷ് കേക്ക് എടുത്ത് എല്ലാവർക്കും കൊടുത്തു. സാറിന് കൊടുക്കുകയെന്ന് പറഞ്ഞ് ഒരു പീസ് കേക്ക് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നിധി അത് നേരെ സിദ്ധാർത്ഥിന് നേരെ നീട്ടി. സിദ്ധാർത്ഥ് സ്നേഹത്തോടെ നിരസിച്ചു. ഐ ആം സോറി, ഞാൻ ഷുഗറൊന്നും കഴിക്കാറില്ല. അപ്പോൾ സുഭാഷ് നിർബന്ധിച്ചു, സാരമില്ല, കുറച്ച് കഴിക്ക്, ഇനി നിധിയുടെ ബർത്ത്ഡേ അല്ലേ. ശരി, കുറച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി കേക്ക് വാങ്ങിച്ച് കഴിക്കുകയാണ് സിദ്ധാർത്ഥ്. കേക്ക് കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സിദ്ധാർത്ഥും സുധീഷിനെ ഇങ്ങനെ നിധി മാറി മാറി നോക്കി. ശരി നിധി, ഞാൻ ഇറങ്ങട്ടെ, സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ സുധീഷ് മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചു, ഒന്ന് അങ്ങോട്ടേക്ക് പോയി തന്നാൽ മതിയായിരുന്നു. അപ്പോൾ സുഭാഷ് ചോദിച്ചു, എവിടെ പോവാനാ? അന്ന് വന്നപ്പോൾ കഴിക്കാതെ പോയതല്ലേ, ഇന്ന് ഏതായാലും കഴിച്ചിട്ട് പോയാൽ മതി. അയ്യോ ഇല്ല, എനിക്ക് കുറച്ച് വർക്കുണ്ട് എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ സുധീഷ് പറഞ്ഞു, സുഭാഷ് ഏട്ടാ, ഇദ്ദേഹം വർക്കുണ്ടെന്ന് പറഞ്ഞില്ലേ? തിരക്കുള്ള ആളാണ് സാറ് പോയിട്ട് വാ. അപ്പോൾ സുഭാഷ് സുധീഷിനെ ശാസിച്ചു, നീ ഒന്നും മിണ്ടാതെ നിൽക്ക്, ഇന്ന് നിധിയുടെ ബർത്ത്ഡേ അല്ലേ, ഞാൻ സ്പെഷ്യലായിട്ട് ബിരിയാണിയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. നിധി ഒന്ന് പറ. അന്നേരം നിധിയും പറഞ്ഞു, അതെ കഴിച്ചിട്ട് പോയാൽ മതി. നിധി പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ അതിന് സമ്മതിച്ചു. ശരി, ഓക്കെ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയായിരുന്നു സുധീഷ്. നിധി സുധീഷിനെ ശ്രദ്ധിച്ചപ്പോൾ സുധീഷ് വല്ലാതെ പുഞ്ചിരിച്ചു കാണിച്ചു. നിധിയും തിരിച്ചു പുഞ്ചിരിച്ചു. സുധീഷിന്റെ മനസ്സിൽ ഇങ്ങനെ സുധീഷ് വിചാരിക്കുന്നുണ്ട്, ഇതെന്താ ഇവളുടെ ഈ ഒരു റിയാക്ഷൻ ഒരുമാതിരി ഇരിക്കുന്നത്? ഡെക്കറേഷനൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നന്നായിട്ടുണ്ടല്ലോ. തുടർന്ന് ഭക്ഷണം കഴിച്ച് അവിടേക്ക് വന്ന സിദ്ധാർത്ഥ് പറഞ്ഞു, ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു റൈസൊന്നും അധികം കഴിക്കാറില്ല, പക്ഷേ ഇന്ന് കുറച്ച് കൂടുതൽ കഴിച്ചു. താങ്ക് യു. വല്ലാത്തൊരു വിഷമത്തോടു കൂടി നിൽക്കുന്ന നിധിയെ ശ്രദ്ധിച്ച് സുഭാഷ് ചോദിച്ചു, എന്ത് പറ്റി മോളെ? വന്നതു മുതൽ നീ ആകെ ഡള്ളായിട്ട് നിൽക്കുവാണല്ലോ, എന്ത് പറ്റി? അപ്പോൾ സിദ്ധാർത്ഥ് ഇടപെട്ട് പറഞ്ഞു, അതൊന്നുമില്ല, ഞങ്ങൾ വാമനപുരം വരെ പോയിട്ട് വന്നതാ, അതുകൊണ്ടാ ഇങ്ങനെ ടയേർഡായിട്ടിരിക്കുന്നത്. ഇത് കേട്ട് സുധീഷിന് ഭയങ്കര ടെൻഷനോട് കൂടി നിൽക്കുന്ന സമയത്തിന് നിധി സുധീഷിനെ കൂർപ്പിച്ചു നോക്കി. അവിടെ എന്താ പോയത് എന്ന് സുധീഷ് സംശയത്തോടു കൂടി ചോദിച്ചപ്പോൾ നിധി സുഭാഷിനോട് പറഞ്ഞു, അവിടെ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു, അങ്ങനെ പോയതാ. സുധീഷ് വീണ്ടും ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥിന്റെ ഒപ്പമാണോ അവിടെ പോയത് എന്ന്. സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞു, എനിക്ക് അവിടെ ഒരു ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി തിരിച്ചു വന്നു. സുധീഷ് പതിയെ ഹരീഷിനോട് ചോദിച്ചു, ഇവൻ എന്തിനാ നിധിയെ കൂട്ടിക്കൊണ്ടുപോയത്? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നല്ലോ. ഹരീഷ് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, സുധീഷ് ഏട്ടന് വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ എങ്ങനെയാ കൂട്ടിക്കൊണ്ടു പോകുന്നത്? എന്തോ ഓഫീസ് കാര്യത്തിന് പോയതായിരിക്കും. നിധി, സമയം ഒരുപാടായി, ഞാൻ ഏതായാലും പിന്നീട് വരാം. എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം സന്തോഷത്തോടു കൂടി തന്നെ സിദ്ധാർത്ഥ് അവിടെ നിന്നും പോയി. സിദ്ധാർത്ഥ് പോയപ്പോൾ സുധീഷ് വല്ലാത്ത സമാധാനത്തോടു കൂടി നിന്നു. പക്ഷേ നിധി കടുത്ത ദേഷ്യത്തോടു കൂടി തന്നെ സുധീഷിനെ അങ്ങ് നോക്കി. സുധീഷിനെ വലിച്ചു കീറാനുള്ള അത്രമാത്രം ദേഷ്യമായിരിക്കട്ടെ നിധിയുടെ മനസ്സിൽ. നിധി ഏതായാലും തൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും സുധീഷിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നുണ്ട്. സുധീഷ് തന്നെ ഇത്രയും കാലം ചതിച്ചതാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുഖത്ത് നോക്കി നിധി ചോദിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് ഞാൻ ഈ വീഡിയോൻ്റെ തൊട്ട് മുൻപായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.